അച്ചുവിനൊപ്പം നടന്നു വരികയായിരുന്നു അമ്മു. അപ്പോഴാണ് ഒരു പെൺകുട്ടി ഓടി വന്ന് അച്ചുവിനെ കെട്ടിപ്പിടിച്ചത്. അമ്മു പകച്ച് അവനെയും ആ പെൺകുട്ടിയെയും നോക്കി. അശ്വ, ഫൈനലി മീറ്റ് അഗെയിൻ. ആ പെൺകുട്ടിയുടെ മുഖത്ത് ആശ്ചര്യവും സന്തോഷവും നിറഞ്ഞു വന്നത് അമ്മുവിൻ്റെ മുഖത്ത് കുശുമ്പ് നിറഞ്ഞു. ലയ, വാട്ട് എ സർപ്രൈസ്! നീ എന്താ ഇവിടെ? അച്ചു തിരിച്ചവളോട് ചോദിക്കുന്നത് കേട്ട് അമ്മുവിൻ്റെ മുഖത്തും ദേഷ്യം നിറഞ്ഞു. ഇന്നിവിടെ എൻ്റെ ഡാഡിൻ്റെ കമ്പനിയുമായി മറ്റൊരു കമ്പനിക്ക് ഡീലുണ്ട്. ഡാഡിൻ്റെ കൂടെ വന്നതാ. നീ എന്താ ഇവിടെ? ഞങ്ങൾ ഒഫീഷ്യൽ മീറ്റിങ്ങിന് വന്നതാ. അച്ചു പറഞ്ഞതും ലയ അമ്മുവിനെ നോക്കി. അശ്വ, ഇതാരാ? അമ്മുവിനെ ചൂണ്ടിക്കൊണ്ട് ലയ ചോദിച്ചു. അച്ചു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ നോക്കി. ലയ, ഇതാണ് അമ്മു, സാരംഗി വിശ്വനാഥൻ. ലയ ആശ്ചര്യത്തോടെ അമ്മുവിനെ നോക്കി. ഓ റിയലി? ഹായ് സാരംഗി, ഐ ആം ലയ, ലയ രവിശങ്കർ. അവൾ അമ്മുവിന് നേരെ കൈനീട്ടി. അമ്മു ഒരു ചിരിയോടെ അവൾക്ക് കൈ കൊടുത്തു. സോ, തന്നെപ്പറ്റി പറയാനേ ഇവന് എപ്പോഴും സമയമുള്ളൂ. US പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ലയ അച്ചുവിനെ നോക്കി ആ ഓർമ്മയിൽ പറഞ്ഞു. ചേച്ചി ഇവിടെ നിൽക്കുകയാണോ? ഡാഡി അന്വേഷിക്കുന്നു. വേറൊരു പെൺകുട്ടി ലയക്കരികിൽ വന്നുകൊണ്ട് പറഞ്ഞു. ഹായ് നിഷ, അച്ചു അവളെ കണ്ടതും പറഞ്ഞു. അശ്വ, താനിവിടെ? അവൾ അവന് നേരെ കൈനീട്ടി ഷേക്ക് ഹാൻഡ് കൊടുത്തു. അമ്മു ഒന്നും മനസ്സിലാവാതെ അവർ 3 പേരെയും മാറി മാറി നോക്കി. സാരംഗിക്ക് ഒന്നും മനസ്സിലായില്ലല്ലേ? ലയ ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു. ഞങ്ങൾ ട്വിൻസാണ്, ബട്ട് ഐഡൻറ്റിക്കൽ അല്ല. 2 പേരെയും കണ്ടാൽ തിരിച്ചറിയാം. ഞങ്ങൾ 3 പേരും US ഒരുമിച്ചായിരുന്നു MBA ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇവിടെ വെച്ചാണ് കാണുന്നത്. തന്നെപ്പറ്റി ഇവൻ ഞങ്ങളോട് പറയാറുണ്ട്. ലയ പറഞ്ഞതും അച്ചു അമ്മുവിൻ്റെ കൈകൾ കോർത്തു പിടിച്ചു. എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ, വീണ്ടും കാണാം കേട്ടോ, അച്ചു അവരെ നോക്കി പറഞ്ഞു. വീണ്ടും കാണണം, ലയ ഒരു ചിരിയോടെ പറഞ്ഞതും അച്ചു അമ്മുവിനെയും കൊണ്ട് മുന്നോട്ട് നടന്നു. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി അമ്മുവിനെ നോക്കി ലയ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ തന്നോട് മറ്റെന്തോ പറയുന്നതായി അവൾക്ക് തോന്നി. അവളുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു തുടങ്ങി. അവ പരസ്പരം മുറുകുന്നത് പോലെ അവൾക്ക് തോന്നി. അമ്മു മുന്നിലേക്ക് നോക്കി നടന്നു. ആരായി ലയ? അവൾക്ക് പിന്നിൽ എന്തോ നിഗൂഢതയുണ്ട്. അവളുടെ നോട്ടം എന്തോ പന്തികേടുണ്ട്. എന്തായാലും അവൾ നിസ്സാരക്കാരിയല്ല. അവളുടെ കണ്ണിൽ കണ്ട ഭാവം പകയായിരുന്നില്ലേ? മനസ്സിൽ കുറേ ചോദ്യങ്ങളുമായി അമ്മു നടന്നു. അപ്പോഴും അച്ചുവിൻ്റെ കൈകൾ അവളിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി, എന്താ നിൻ്റെ ഉദ്ദേശം? നിഷ ലയയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയില്ലേ? പക, പ്രണയം, പ്രതികാരം. ലയയുടെ കണ്ണുകൾ ചുവന്നു. ഇതിൽ സാരംഗി വിശ്വനാഥനോട് എന്താണ് നിനക്കുള്ളത്? അവൾ എൻ്റെ ലക്ഷ്യമല്ല നിഷ. പിന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സം അവളാണ്. ആ തടസ്സം ഇല്ലാതെ ആക്കിയല്ലേ മുന്നോട്ട് പോകാൻ വഴിയൂ. ഇപ്പോൾ അവളെ അവൻ ചേർത്ത് പിടിച്ച് ആ കൈകൾ കൊണ്ട് തന്നെ അശ്വൻ ചന്ദ്രമോഹൻ സാരംഗി വിശ്വനാഥനെ എന്നേക്കുമായി ഉപേക്ഷിക്കും. നീ കാത്തിരുന്ന് കണ്ടോ. ഇനി എൻ്റെ നൂലിനൊപ്പം ആടിത്തമർക്കുന്ന ഒരു പാവം മാത്രമായിരിക്കും അവൻ. എൻ്റെ പ്രണയത്തിന് അവനെ ഏൽപ്പിച്ച അപമാനത്തിനുള്ള പ്രതികാരമാണിത്. ലയ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് പകയോടെ പറഞ്ഞു. പ്ലീസ് ഒന്നുകൂടി. നടക്കില്ല മോനെ അച്ചു, ഇപ്പോൾ പോയാട്ടെ. അമ്മു അവനെ തള്ളി മാറ്റുന്നതും അച്ചു അവളെ പിടിച്ച് അവനിലേക്ക് വലിച്ചടിപ്പിച്ചു. അമ്മു അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അച്ചു അവളെയും കൊണ്ട് പൂളിലേക്ക് ചാടി. വെള്ളത്തിൽ നിന്നും ഉയർന്നു പൊങ്ങി അവൾ തലയിൽ നിന്നും ഊർന്നിറങ്ങിയ വെള്ളം മുഖത്തു നിന്നും തുടച്ചുകൊണ്ട് കണ്ണു തുറന്നു. അച്ചു പുറകിൽ നിന്നും അവളുടെ അരയിൽ പിടിച്ച് അവളെ അവന് നേരെ തിരിച്ചു നിർത്തി. അമ്മു ഒന്നേങ്ങിക്കൊണ്ട് അവൻ്റെ ചുമലിൽ പിടിച്ചു. വെള്ളത്തുള്ളികൾ ഊർന്നിറങ്ങുന്ന അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ അവൻ്റെ നോട്ടം പതിഞ്ഞതും അമ്മു പിടച്ചിലോടെ അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു. അച്ചു ഒന്നുകൂടി അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ ചുണ്ടുകളെ അവൻ കവർന്നെടുത്തു. അമ്മു അവൻ്റെ ചുമലിൽ നഖങ്ങൾ അഴ്ത്തി. അയ്യേ! പെട്ടെന്ന് തച്ചുവിൻ്റെ ശബ്ദം കേട്ടതും 2 പേരും അകന്നു മാറി. മനു തച്ചുവിൻ്റെ കണ്ണുകൾ കൈകൊണ്ട് മറച്ചു പിടിച്ചിരിക്കുകയാണ്. അമ്മുവിന് അവരെ നോക്കാൻ ചമ്മല് തോന്നി. അവൾ വേഗം അവിടുന്ന് ഓടിപ്പോയി. അച്ചു മനുവിനെ നോക്കി ദഹിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ 2 പാവം പിടിച്ച പിള്ളേർ ഇവിടെ നിൽക്കുമ്പോഴാണോ നിങ്ങളുടെ റൊമാൻസ്? അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചുള്ള വീടല്ലേ? മനു വലിയ കാര്യത്തിൽ പറഞ്ഞതും അച്ചു പുച്ഛിച്ചുകൊണ്ട് തച്ചുവിനെ നോക്കി. അയ്യോ, ഒന്നും അറിയാത്ത കൊച്ച്. ആര്? ഇവളോ? കണ്ണു അടച്ചു പാലും കുടിക്കുന്ന പൂച്ചയാണ് ഇവൾ. തച്ചു ചമ്മി മനുവിൻ്റെ പുറകിൽ ഒളിച്ചു. മനു തിരിഞ്ഞ് അവളെ നോക്കി. അവളുടെ കള്ളലക്ഷണം കണ്ടപ്പോഴേ അവന് മനസ്സിലായി. തച്ചു ഓടാൻ തുടങ്ങിയതും മനു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ കാന്താരി. ഏട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മനു ഗൗരവത്തോടെ നോക്കി.
തച്ചു അവനെ നോക്കി ഒന്ന് ഇളിച്ചിട്ട് അച്ചുവിനെ കൂർപ്പിച്ചു നോക്കി. ഞാൻ പറയാം, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡോക്ടറിനെ വളച്ച് കുപ്പിയിലാക്കിയ മുതലാണ് ഈ നിൽക്കുന്നത്. അച്ചു പറഞ്ഞതും മനു അന്തം വിട്ട് തച്ചുവിനെ നോക്കി. ഇനി നീ മാത്രമേ അറിയാനുള്ളൂ. അച്ചു അവനെ നോക്കി കളിയാക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. മനു തച്ചുവിനെ കൂർപ്പിച്ചു നോക്കിയതും അവൻ്റെ കൈ തട്ടിയെറിഞ്ഞ് കോഷ്ടി കാണിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടി. മനുവും അവളുടെ പിന്നാലെ ഓടി. അവസാനം അവൻ അവളെ പിടിച്ചു നിർത്തി അഭിയുടെ കാര്യം ചോദിച്ചു. ആദ്യം അഭിയേട്ടനാ ഇങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്തത്. ഞാൻ റിപ്ലൈ കൊടുക്കാഞ്ഞപ്പോൾ പിന്നാലെ കൂടി. പക്ഷെ കുറച്ച് ദിവസം കാണാതായപ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം വന്നു തുടങ്ങി. അവസാനം അഭിയേട്ടൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പോഴാണ് ആക്സിഡൻറ്റ് പറ്റി അവിടെ അഡ്മിറ്റാണെന്ന് അറിഞ്ഞത്. സങ്കടം വന്ന് ഓടിപ്പോയി ആ നെഞ്ചിൽ വീണ് കരഞ്ഞു. അവസാനം എൻ്റെ മനസ്സും കീഴടങ്ങി. എന്നെ ഒരുപാട് ഇഷ്ടം അഭിയേട്ടന്. തച്ചുവിൻ്റെ പ്രേമകഥ കേട്ട് മനു മൂക്കത്ത് വിരൽ വെച്ച് നിന്നു. ഇത്തിരി പോന്ന ഈ കുരുപ്പിന് വരെ സെറ്റായി. ഇനി എനിക്കെന്നാ ദൈവമേ. മുകളിലേക്ക് നോക്കി മനു കൈമലർത്തി പറഞ്ഞു. ഷേ, പിള്ളേരുടെ മുമ്പിൽ നാണം കിട്ടും. ഈ മനുഷ്യന് വന്നു വന്നൊരു ബോധവും ഇല്ല. അമ്മു തല തുവർത്തിക്കൊണ്ട് സ്വയം പറഞ്ഞു. എനിക്ക് തീരെ നാണമില്ല. ഇനിയും ഞാൻ ഉമ്മവെക്കും. കടിച്ച് തിന്നൊന്നും ഇരിക്കും. ഇതേ എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. ആര് കണ്ടാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അച്ചു അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കാതോരം പറഞ്ഞു. മാറങ്ങോട്ട്, വീണ്ടും വന്നേക്കോ ഉമ്മച്ചൻ. അമ്മു അവനെ തള്ളി മാറ്റി ടവൽ സ്റ്റാൻഡിലിട്ടുകൊണ്ട് പറഞ്ഞു. അമ്മുവിൻ്റെ മുടിയിൽ അവൻ മുഖം പൂഴ്ത്തി നിന്നു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. വയ്യ പെണ്ണെ, ഉടനെ കെട്ടിക്കൂടെ കൊണ്ടുപോകാൻ പോകുക ഞാൻ. എൻ്റെ പ്രണയം മുഴുവനായി പകരാൻ കൊതിക്കുകയാണ് ഞാൻ. ഇനിയും അകന്നു നിൽക്കാനാകില്ല എനിക്ക്. വിശ്വച്ചം വന്നിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. അവളുടെ കഴുത്തിൽ മൂക്കുരസിക്കൊണ്ട് അവൻ പറഞ്ഞു. അമ്മു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്നാൽ ശത്രുക്കളുടെ പദ്ധതി അണിയറയിൽ തങ്ങളെ പിരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ലയന്ത ഇവിടെ? അച്ചുവിൻ്റെ ഓഫീസ് റൂമിൽ ഫോൺ കറക്കിയിരുന്ന ലയയെ നോക്കിക്കൊണ്ടാണ് സാരംഗി വന്നത്. കുറച്ച് ദിവസങ്ങളായി ലയ വല്ലാതെ അച്ചുവിനോട് സ്വാതന്ത്ര്യം കാണിക്കുന്നത് അമ്മുവിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവളുടെ അനാവശ്യ ഇടപെടലുകൾ ശരിയല്ല എന്ന് അമ്മു പലതവണ അച്ചുവിനോട് പറഞ്ഞെങ്കിലും അമ്മുവിന് കുശുമ്പാണെന്ന് പറഞ്ഞ് അച്ചു അതിനെയൊക്കെ തള്ളിക്കളഞ്ഞു. ഞാൻ അശ്വിനെ വെയിറ്റ് ചെയ്യുന്നു സാരംഗി. അമ്മുവിന് ഉള്ളിൽ തികട്ടി വന്ന ദേഷ്യം അടക്കി നിർത്തി. അച്ഛൻ ഉടനെ എത്തും. അതും പറഞ്ഞ് സാരംഗി അവൻ്റെ ക്യാബിനിൽ തന്നെ ഇരുന്നു. ലയ അമ്മുവിൻ്റെ പിരിമുറക്കം ആസ്വദിച്ചിരുന്നു. ഞാനൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ സാരംഗി. പൂർണ്ണമായും എന്നിൽ നിന്നും അവനെ അകറ്റിയിരിക്കും ഞാൻ. ലയ മനസ്സിൽ കണക്ക് കൂട്ടലുകൾ നടത്തി. അച്ചു ക്യാബിൻ തുറന്നു വന്നപ്പോൾ അമ്മുവിനെ കണ്ട് പുറകിലൂടെ അവളുടെ കവിളിലൊന്ന് ചുംബിച്ചു. അമ്മു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അപ്പോഴാണ് ലയ അവിടെ ഇരിക്കുന്നത് അച്ചു കാണുന്നത്. അവനൊന്ന് ചൂളിപ്പോയി. ലയ പോന്നു പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അച്ചു ചോദിച്ചു. കുറച്ച് സമയമായി. പിന്നെ അശ്വ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഗെറ്റ് ടുഗദറിൻ്റെ കാര്യം? നാളെ നമുക്കൊന്ന് കൂടിയാലോ? ലയ അച്ചുവിനെ നോക്കി ചോദിച്ചു. അമ്മു അവരുടെ സംഭാഷണം ശ്രദ്ധിക്കാത്തതുപോലെയിരുന്നു. നാളെയോ? നാളെ പറ്റില്ലടാ. അഭിയുടെ വീട്ടിൽ നിന്നും തച്ചുവിനെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അച്ചു സീരിയസ് ആയി പറഞ്ഞു. ഓ, നാളെയാണോ? അല്ല അശ്വ, ചേച്ചിയുടെ വിവാഹം കഴിയാതെ അനിയത്തിയുടെ നടത്തുന്നത് ശരിയല്ലല്ലോ. ലയ അമ്മുവിനെ നോക്കിയൊന്ന് കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ മോശം സമയമാണ് ലയ. അതുമാത്രമല്ല, അഭിയുടെ വീട്ടുകാർക്ക് വിവാഹം പെട്ടെന്ന് നടത്തണം. തനിക്ക് പദ്ധതികൾ നടത്താൻ കുറച്ചുകൂടി സമയം കിട്ടിയതോർത്ത് ലയയുടെ ഉള്ളിൽ ഗൂഢചിരി വിടർന്നു. അമ്മു അസ്വസ്ഥതയോടെ അവളെ നോക്കി. അകത്തേക്ക് വരൂ. വിശ്വനാഥൻ അഭിയെയും വീട്ടുകാരെയും അകത്തേക്ക് ക്ഷണിച്ചു. അഭിയും അച്ഛൻ ശേഖരമേനോനും അമ്മ ശാലിനിയും ഉള്ളിലേക്ക് നടന്നു. ശ്രുതിയും അഭിയുടെ അമ്മാവനും അമ്മായിയും ഉണ്ടായിരുന്നു. അമ്മുവിൻ്റെ വീട് കണ്ട് അമ്മായിയും അമ്മാവനും ഒക്കെ പരസ്പരം വന്ദിച്ചു നോക്കി. നമ്മൾ വിചാരിച്ചതിനേക്കാളും പണക്കാരാണല്ലോ ഏട്ടാ ഇവർ. വെറുതെ അല്ല നിങ്ങളുടെ പെങ്ങളെ സമ്മതിച്ചത്, അമ്മായി ശാലിനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മാവ് അവർ പറഞ്ഞത് ശരിവെച്ചു. ഉടനെ വിവാഹം നടത്താൻ എന്താ കാരണം? നാട്ടിൽ നിന്നും ചന്ദ്രമോഹൻ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അഭിയുടെ അച്ഛനോട് ചോദിച്ചു. അഭിക്ക് 30 തികയതിനു മുൻപേ വിവാഹം നടത്തണമെന്നാണ് ജാതകത്തിൽ. അതുകൊണ്ട് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇവിടെ മൂത്ത കുട്ടി നിൽക്കുമ്പോൾ എങ്ങനെയാ ഇളയ കുട്ടിയുടെ വിവാഹം നടത്തും എന്നൊരു മൊഴി കേട്ടു. അതിന് ഞങ്ങളൊരു അഭിപ്രായം പറയട്ടെ? അഭിയുടെ അച്ഛൻ പറഞ്ഞുകൊണ്ട് വിശ്വനാഥനെ നോക്കി. ചന്ദ്രമോഹനും വിശ്വനാഥനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഞങ്ങൾക്ക് ഇനിയൊരു മകൻ കൂടിയുണ്ട്, ശ്രീറാം. അവൻ ചെന്നൈയിലാണ്. അഭിയും ശ്രീയും ഇരട്ടകളാണ്. അതായത് വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാം. മൂത്ത കുട്ടിയെ ഞങ്ങളുടെ ശ്രീമോന് തന്നേക്കാമോ?
അഭിയുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം ഞെട്ടി നോക്കി. അഭി പോലും ഞെട്ടിത്തരിച്ചുപോയി. അത് നടക്കില്ല. അമ്മുവിൻ്റെ ശബ്ദമുയർന്നു. മുകളിൽ നിന്നും ഇറങ്ങി വന്ന അവൾ വല്ലാത്തൊരു ഭാവത്തോടെ എല്ലാവരെയും നോക്കി. അഭിയുടെ അച്ഛൻ അറിയാൻ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അമ്മുവിൻ്റെ വിവാഹം പണ്ടേ ഉറപ്പിച്ചതാണ്. അച്ചുവും അമ്മുവും കുഞ്ഞിലെ മുതൽ ഇഷ്ടത്തിലാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ സമയം മോശമായതുകൊണ്ടാണ് വിവാഹം ഇപ്പോൾ നടത്താത്തത്. വിശ്വനാഥൻ സമാധാനത്തോടെ അവരോട് പറഞ്ഞു. ശേഖരൻ വല്ലാതായി അവരെ നോക്കി. അഭി ആശ്വാസത്തോടെ ശ്വാസം വിട്ടിരുന്നു. നിങ്ങൾ തളിയൊരു മുഴുത്ത പ്രാന്താണോ? അഭിയെയോ കിട്ടിയില്ല. അമ്മയുടെ ശ്രീരാമനെയെങ്കിലും ശ്രുതിയെ കൊണ്ട് കെട്ടിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആണ് അടുത്തതും കൊണ്ട് വരുന്നത്. അമ്മായി ദേഷ്യത്തോടെ അമ്മാവൻ്റെ ചെവിയിൽ പറഞ്ഞു. പക്ഷെ അപ്പോഴും ശ്രുതിയുടെ മിഴികൾ അഭിയിലായിരുന്നു. അയ്യോ ക്ഷമിക്കണം, അതൊന്നും അറിയില്ലായിരുന്നു. രണ്ടു മക്കളെയും ഒരിടത്ത് നൽകുന്നതല്ലേ നല്ലതെന്ന് തോന്നി പറഞ്ഞതാ. ശേഖരൻ തൻ്റെ ഭാഗം പറഞ്ഞു. പിന്നീട് കുറേ കാര്യങ്ങൾ അവർ സംസാരിച്ചു. ഒരു കരിമ്പച്ച ധാവണിയുടുത്ത് തച്ചു ചായയുമായി അവരുടെ മുന്നിലേക്ക് വന്നു. തച്ചുവിനെ കണ്ട് അഭിയുടെ ചൊടികൾ വിടരുന്നത് പകയോടെ ശ്രുതി നോക്കിയിരുന്നു. ശാലിനി തച്ചുവിൻ്റെ കയ്യിൽ വളയണിയിച്ചു. 1 മാസം കഴിഞ്ഞുള്ള മുഹൂർത്തത്തിൽ വിവാഹം നടത്താൻ തീരുമാനിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു. അഭിൽ കാറി കയറി പോകുന്നതുവരെ നോക്കി നിന്ന തച്ചുവിനെ മനു കളിയാക്കിയതും അവൻ്റെ വയറിനിട്ടൊരിടി കൊടുത്ത് അവൾ അവിടെ നിന്നും ഓടിപ്പോയി. അവർ 3 പേരും അവളുടെ ഓട്ടം കണ്ട് പരസ്പരം നോക്കി ചിരിച്ചു. പെട്ടെന്നുള്ള അടിയിൽ ലയ കവിളിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് സാരംഗിയെ പകച്ചു നോക്കി. സാരംഗി നിന്ന് വിറയ്ക്കുകയായിരുന്നു. അമ്മു! അച്ചു ദേഷ്യത്തിൽ അവളെ വിളിച്ചു. സാരംഗിയുടെ കത്തുന്ന നോട്ടം അവന് നേരെയായി. നീ എന്തായി കാണിച്ചത് അമ്മു? എന്തിനാ ലയെ അടിച്ചത്? മൂത്തവരെ തല്ലിയോ നീ? അച്ചുവിന് അവളുടെ ആ പ്രവൃത്തി ഒട്ടും ഇഷ്ടമായില്ല. നിനക്ക് വല്ലാതെ മാറ്റം വന്നു അമ്മു, അച്ചു സാരംഗിയെ നോക്കി വേദനയോടെ പറഞ്ഞു. അതെ, എനിക്ക് മാറ്റം വന്നു. നമുക്കിടയിൽ എന്ന് മൂന്നാമതൊരാൾ വന്നോ അന്നു മുതലെല്ലാം മാറി. അച്ഛൻ ഇത്രയ്ക്ക് പൊട്ടനാകരുത്. ചിലർക്കൊക്കെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കണം. നിർത്തേണ്ടടുത്ത് നിർത്തണം. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൾ ഇറങ്ങിപ്പോയി. അച്ചു അവളുടെ മാറ്റത്തിൽ പകച്ചു നിന്നു. അവൾ പോയെന്ന് കണ്ടതും ലയ കവിളിൽ കൈവച്ച് കരയുവാൻ തുടങ്ങി. അച്ചുവിന് അവളെ കണ്ടു വല്ലായ്മ തോന്നി. ലയ, ഐ എം സോറി. എന്തുകൊണ്ടാണ് അമ്മു അങ്ങനെ പ്രതികരിച്ചതെന്ന് എനിക്കറിയില്ല. അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവൾക്ക് പൊസസീവ്നെസ് ആണ് ലയ. ഞാൻ മറ്റൊരാളോട് കൂടുതൽ അടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ഇത് കുറച്ച് ഓവറാണ് അശ്വ. ഇപ്പോഴേ ഇങ്ങനെയാ, നാളെ നിങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ എന്താവും? സാരംഗി പറഞ്ഞു മനസ്സിലാക്ക അശ്വ, കുടിലതയോടെ ലയ പറഞ്ഞു. അസ്വസ്ഥതയുമായ മനസ്സോടെ അച്ചു അവിടെ നിന്നിറങ്ങി. റൂമിലെ സാധനങ്ങൾ വലിച്ചുവാരി എറിഞ്ഞ് ദേഷ്യവും സങ്കടവും നിറഞ്ഞ് കണ്ണുകൾ തുടച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു അവൾ. പ്രൊജക്റ്റിൻ്റെ ഒരു ഫയൽ ഏൽപ്പിക്കാൻ ഓഫീസിലെത്തിയ താൻ കാണുന്നത് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന അച്ചുവിൻ്റെ മേലേക്ക് തൻ്റെ ശരീരം മുഴുവൻ ചായച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ലയയാണ്. ഒരു പെണ്ണ് അവൻ്റെ മേലേക്ക് ചാഞ്ഞു നിന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുന്ന അച്ചുവിനെ കണ്ടപ്പോൾ ദേഷ്യമാണ് തനിക്ക് തോന്നിയത്. പിടിച്ചു നിർത്തി അവളുടെ കവിളിലൊന്ന് പൊട്ടിച്ചത് അതുകൊണ്ടാണ്. തല്ലുകെട്ടിയത് എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അച്ചു തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. തിരികെ വന്ന് അവൾ ബെഡിൽ കമിഴ്ന്നു കിടന്നു. പുറകിലൊരു നിശ്വാസം പതിഞ്ഞപ്പോഴാണ് അവൾ തലചരിച്ചു നോക്കിയത്. അവളുടെ ഒരു വശത്തായി അച്ചു ഇരിപ്പുണ്ടായിരുന്നു. അവനെ കണ്ടിട്ടും കാണാത്തതുപോലെ അവൾ തിരിഞ്ഞു കിടന്നു. അച്ചു അവളുടെ പുറകിലൂടെ കയറിക്കിടന്ന് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചു. അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി. അവൾ തട്ടിമാറ്റും തോറും അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. അമ്മു കരഞ്ഞുകൊണ്ട് തിരികെ അവനെ പുണർന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി. അച്ചു അവളുടെ തലയിൽ തലോടിക്കൊടുത്തു. എന്തു പറ്റിയമ്മു? എന്താ നിന്റെ പ്രശ്നം? അച്ചു അലിവോടെ ചോദിച്ചു. എനിക്കെന്തോ അവളെ ഇഷ്ടമല്ല ചേട്ടാ. അവളുടെ ഇടപെടൽ അധികമാകുന്നു. നമുക്കിടയിൽ മൂന്നാമതൊരാൾ വേണ്ട. അവളുടെ അച്ചേട്ടനുള്ള സമീപനം ശരിയല്ല. അവളെ അകറ്റി നിർത്ത ചേട്ടാ. എനിക്കെന്തോ പേടിയാകുന്നു. അവൻ്റെ നെഞ്ചിൽ മുഖം മുട്ടിരസി അവൾ പറഞ്ഞു. അച്ചു ഒന്ന് മൂളി അവളെ പൊതിഞ്ഞു പിടിച്ചു കിടന്നു. കുറച്ചു നേരം അവൾക്ക് അവൻ്റെ സാമീപ്യം ആവശ്യമായിരുന്നു.